വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. 3 പിടി കപ്പലണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ച കപ്പലണ്ടിയാണിത്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന പച്ച കപ്പലണ്ടി, വറുത്തിട്ടില്ല. ഒരാൾക്ക് 1 പിടി കപ്പലണ്ടി എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 3 കപ്പ് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി വെള്ളം ഒഴിച്ച് വെക്കണം. അതായത് 5 to 6 hours മിനിമം ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുള്ള ദിവസമാണെങ്കിൽ ആ ദിവസം ഈ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങുകയാണെങ്കിൽ 5 to 6 hours നിങ്ങളുടെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യാതെ ഇരിക്കുന്നതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പോവുകയാണ്. കപ്പലണ്ടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഞെരടിയാൽ അതിൻ്റെ തൊലി നമുക്ക് പോന്ന് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി അതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലുകൾക്കും മസിലുകൾക്കും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഈ കപ്പലണ്ടിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫൈബർ, നിയാസിൻ, വൈറ്റമിൻ ഇ, ഫോളേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഇനി വേണ്ടത് 3 പഴമാണ്. കൂടുതൽ മധുരമുള്ള പഴം എടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ചെറുപഴമോ പൂവൻപഴമോ എടുക്കാം. അപ്പോൾ ഒരാൾക്ക് 1 പഴം എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം ഒരാൾക്ക് 2 പഴം എന്ന കണക്കിന് എടുക്കാവുന്നതാണ്. രാവിലെ പഴം ആഡ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ഹാർട്ടിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ബനാന വളരെ ഹെൽപ്ഫുൾ ആണ്. പഴം ആഡ് ചെയ്ത ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്, തരി തരിയായിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തിനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഒരു സ്മൂത്തി പരുവത്തിൽ കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് കോരി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ പരുവത്തിൽ തന്നെ കഴിക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ജ്യൂസ് പോലെ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതുപോലെ അടിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഇതിനകത്ത് ഒട്ടും മധുരം ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പക്ഷെ പഴത്തിൻ്റെയും കപ്പലണ്ടിയുടെയും ഒരു മധുരം ഇതിനകത്ത് ഉണ്ടാകും. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഹണിയാണ്. തേനുള്ളവർ തേൻ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 5 മുതൽ 6 മണിക്കൂർ വരെ എനർജറ്റിക് ആയി ജോലി ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ.